വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മാവിൻ്റെ അരിയിട്ട് കിളിപ്പിച്ച് നമുക്ക് ബഡ് ചെയ്യാം കേട്ടോ. ഇന്ന് ഞാനാണേലേ നമുക്ക് മാവിൻ്റെ അരി ഉണ്ടല്ലോ, മാവിൻ്റെ അരി മാവ് മാങ്ങാണ്ടി എടുത്ത് നമുക്ക് കിളിപ്പിക്കാം കേട്ടോ. മാങ്ങാണ്ടി എടുത്ത് കിളിപ്പിക്കാന്നുണ്ടേ. ഇതേ ഇങ്ങനെ മാങ്ങാണ്ടിയാണേ കേട്ടോ. ഈ ആട്ടാക്കവറിൽ നമുക്ക് നട്ട് വെക്കാം കേട്ടോ. ആട്ടാക്കവറിലെടുത്ത് നട്ട് വെച്ചിട്ട് ഇത് മാങ്ങാണ്ടി കിളിച്ച് കഴിയുമ്പോൾ നമുക്കിതെടുത്ത് ബഡ് ചെയ്യാമല്ലോ, കിളിപ്പിക്കാം. ഇഷ്ടംപോലെ മാങ്ങാണ്ടികൾ ഇവിടെ ഉണ്ട് കേട്ടോ. മാങ്ങാണ്ടി ഉണ്ടല്ലോ, എന്നിട്ട് നമുക്കത് കിളിപ്പിക്കാം. ഇന്ന് ഞാൻ ബഡ്ഡിങ് കാണിക്കുന്നത് കേട്ടോ. ബഡ്ഡിങ് ചെയ്യാനുള്ള തയ്യാറെടുപ്പുള്ള കവർ. നമുക്കിപ്പോൾ കറുത്ത കവറില്ലെങ്കിൽ പോലും ഇതുപോലത്തെ ആട്ടാക്കവറുണ്ടല്ലോ, ഇഷ്ടം പോലെ വെക്കുന്നത്. റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടാക്കവർ, ആട്ടയുടെ കവർ എടുത്ത് വെക്കുക. ഇങ്ങനെ മാങ്ങാണ്ടി എടുത്ത് കിളിപ്പിക്കാം. എത്ര അറിയാത്തവർക്കായാലും അത് ചെയ്യാൻ കഴിയുമല്ലോ. അങ്ങനെ ഞാൻ ബഡ് ചെയ്യാനുള്ളത് നോക്കുവാണേ കേട്ടോ. ബഡ് ചെയ്യാനുള്ളത് നോക്കുക. ഇതിന് നമുക്ക് ബഡ്ഡിങ് കൂടെ നോക്കാം. ഇതിനി കിളിച്ച് വന്നിട്ട് ഒത്തിരി ദിവസമാകത്തില്ലേ. ഇതാണ്ട് ഇഷ്ടം പോലെ മാങ്ങാണ്ടി ഉണ്ടോ. പക്ഷേങ്കിൽ ഞാനിപ്പോൾ ചുമ്മാ അതൊരു ഇതായിട്ട് കാണിക്കാം. പക്ഷെ അങ്ങനെ ചെയ്താൽ പോലും അത് കിളിക്കും. ഞാൻ അങ്ങനെ ചെയ്തിട്ടുള്ള ഒത്തിരി മാവുകളൊക്കെ ഉണ്ട്, ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ എന്നിട്ട് വേറെ ഒരു ചെറിയ മാവിലോട്ടത് ബഡ് ചെയ്യുന്ന കാണിക്കാവേ. ഇത് വൃത്തിയായിട്ടോ കാണിക്കാം. ഇതിപ്പം ഒരു മാവല്ലേ, ഇത് ഞാനിവിടെ വെച്ച് മുറിച്ച് കേട്ടോ. മുറിച്ച് കളഞ്ഞിട്ടുണ്ട്. ഇത്രയും ഒരു കമ്പെടുത്ത് കാണുന്നുണ്ടോ എന്നിട്ട് ഇത്. എന്നിട്ട് നമ്മളിപ്പോൾ ഇത് മുറിച്ച് കളഞ്ഞു. ഇലയെല്ലാം എടുത്ത് കളഞ്ഞിട്ട് എന്ത് ചെയ്യണം, വി ഷേപ്പ് ഇങ്ങനെ വെട്ടണം. ഇങ്ങനെ രണ്ട് സൈഡും ചെത്തണം കണ്ടോ. രണ്ട് സൈഡും ചെത്തിയിട്ട് ഇങ്ങനെ ഒരു ഇതാക്കണം കണ്ടോ. നല്ല വൃത്തിയുള്ള ഇത് വേണം. പക്ഷേ ഇത് ഞാൻ ചെയ്തിട്ടുള്ള കേട്ടോ. എനിക്ക് വിജയിച്ച കാര്യങ്ങളാട്ടോ. നമുക്ക് ചെയ്യാം. ഞാനാണെങ്കിൽ എല്ലാം ഇങ്ങനെ കണ്ടോ. എന്നിട്ട് ഇതിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ ഇറക്കി വെക്കണം കണ്ടോ. നല്ല കീറണം, അത് പോയി. ഇങ്ങനൊരു കമ്പെടുത്തിട്ട് ഇങ്ങനൊരു ഇതെടുത്തിട്ട് ഇതിനകത്തോട്ട് ഇത് വെക്കുക കണ്ടോ. ഇങ്ങനെ കയറ്റി വെക്കണം, ഇങ്ങനെ വെക്കണം. ഇതിപ്പോൾ ഇതിന് സമാസമം കമ്പുകളാണ് വേണ്ടത്. ഇതേ തന്നെ വലിയ കമ്പുകളാണ് തന്നെ വേണ്ടത് നമ്മുടെ അടുത്ത് ബഡ് ചെയ്യുമ്പോൾ കേട്ടോ. പക്ഷേ എങ്കിൽ അത് കിട്ടിയില്ലെങ്കിൽ പോലും നമുക്കത് ബഡ് ചെയ്യാൻ പറ്റും. ഞാനത് കാണിക്കാം. ഇത് ഇങ്ങനെ വെച്ച് ഈ സൈഡിനിങ്ങനെ സൈഡ് ചേർത്ത് വെക്കണം കണ്ടോ, ഉറപ്പിച്ച്. എന്നിട്ട് ഇതുപോലൊരു കവറെടുക്കുക. കവറെടുത്തിട്ട് ഇങ്ങനെ ചുറ്റണം. ഇത് എനിക്കതിൻ്റെ അറേഞ്ച്മെൻ്റ് ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ളതിൻ്റെ കവറൊക്കെ തീർന്നതാണ്. ഞാൻ ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തി അങ്ങനെയുള്ള സാധനമെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വലിയൊരു കവറെടുത്ത് ഇങ്ങനെ ചുറ്റണം. ഇത് നല്ല ചുറ്റി അപ്പോൾ ഇത് പൊട്ടിപ്പോയി. എന്നാലും നമുക്കതിട്ട് കെട്ടി വെക്കാം കേട്ടോ. ആ കവറങ്ങ് മാറ്റിയിട്ട് ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വെക്കണം. ഇച്ചിരിയൊക്കെ പോയെന്നും പറഞ്ഞൊന്നും ഇതൊന്നും പന്നലായി പോകത്തൊന്നും. ഇത് പെട്ടെന്ന് തന്നെ ചെയ്യുവാണെങ്കിൽ ഇത് മാവൊക്കെ നല്ല കിളിക്കും. നമ്മൾ വിചാരിക്കും അതൊക്കെ പോവും എന്നൊക്കെ വിചാരിക്കും. പക്ഷേ എന്ന് ചെയ്യുന്നവർക്കിത് നല്ല ബാലൻസ് ആയവർക്കും ഉണ്ടല്ലോ, ഇത് ശരിയാണ്. പരീക്ഷിക്കുക. നമ്മളെപ്പോഴും പരീക്ഷണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്ത് നോക്കുക. അത് സക്സസ് ആകുന്നേരം വരെ നമ്മളത് ചെയ്യാം. ഞാനിങ്ങനെ ഒരുപാട് ചെമ്പരത്തികളിലാണ് ഇങ്ങനെ ആദ്യം ബഡ് ചെയ്ത് പഠിച്ചത്. അങ്ങനെ ഞാൻ ഒത്തിരി മാവൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇനി പലതരത്തിലുള്ള മൂവാണ്ടന്, നാട്ടുമാവ്, ഇതെല്ലാം എനിക്ക് ആ മാങ്ങാണ്ടി ഇട്ട് കിളിപ്പിച്ചില്ലേ, അതിൽ ചെയ്യണം. അതിലാകുമ്പോൾ നമുക്ക് ഇരുന്ന് നല്ല വൃത്തിക്ക് നമുക്കതുപോലെ നല്ല ഒത്തിരി അത് കിളിച്ച് കഴിയട്ടെ, ഇരുന്ന് കിളിക്കട്ടെ. എന്നിട്ട് നമുക്ക് ചെയ്യാം.
കേട്ടോ. ഉണ്ടോ? ഇനി ഞാനിതിന് മണ്ട ഒരു കവറിടും. ഇത് കിളിക്കും നിങ്ങളെ കാണിക്കാം കേട്ടോ. അടുത്ത വീഡിയോയിലോട്ട് ഇത് കാണിക്കാം. എൻ്റെ മണ്ടയിലൊരു കവറിടും. എന്നിട്ട് ഞാനത് കാണിക്കാം. ഒരു കുപ്പി മുറിച്ചിട്ടാലും മതിയല്ലോ. പറ്റില്ല കുറച്ച് കവറിട്ടുണ്ടോ കേട്ടോ. ഞാനിത് ഇങ്ങനെ ചെയ്താൽ മതി ഓരോരുത്തരും. ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. ചെമ്പരത്തിയൊക്കെ സക്സസ് ആയിട്ടുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതുപോലുള്ള കവറൊക്കെ ഇവിടെ ചുറ്റി കൊടുക്കുന്നത് കേട്ടോ, കെട്ടിക്കൊടുക്കുന്നു. ഞാൻ എന്നും അങ്ങനെ ചെയ്തിട്ടില്ല. പക്ഷേ എനിക്ക് കിളിച്ചിട്ടുണ്ടേ, കിളിക്കാതിരുന്നിട്ടില്ല. അതുകൊണ്ട് ഇതേലത്തെ കവറായാലും മതി. നമുക്കിപ്പോൾ വലിയ താനി വെള്ള കവർ വേണമെന്നൊന്നുമില്ല. ഒരു ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയുള്ളൊരു ഈ കവർ കിട്ടിയാൽ മതി. ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, ശരി, ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.